ഹൃദയം അവരുടെ ഹൃദയം തുറന്ന ശവക്കുഴിയാണെന്ന് പറയത്തില്ലേ? ആ വചനം എടുത്തേ, റോമ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ദ്വയാർത്ഥ പ്രയോഗങ്ങള്, തെറികള്, തന്തക്ക് വിളികള്, തോന്നിവാസങ്ങള്, തങ്ങളെ പിടിച്ചിടം ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ മലിന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ ബൈബിൾ പറഞ്ഞത്? എന്താണ്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ഇപ്പം കയ്യിൽ ചതിപ്രയോഗമുണ്ട്, അതുപോലെ തന്നെ മലിനമസമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ തെറി പോലുള്ള തോന്നിവാസങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ കോളാമ്പിയാണ് ശരിക്കും. അവിടെ ആ കോളാമ്പി കൊണ്ടുവന്ന് ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പി കൊടുക്കുന്ന പോലെ ഇരിക്കും. പാൽപ്പായസം എന്ന് പറഞ്ഞാലും ദൈവം അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കണം, പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം ഞാനൊക്കെ ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേ ഞാൻ പ്ലേറ്റ് മണത്ത് നോക്കും. കാരണം ധൃതിക്ക് കഴുകണമല്ലേ. ചില സമയത്ത് ഫ്രഷ് സ്മെല്ലുണ്ടാകത്തില്ല. ഇപ്പം നല്ല ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ ആ ചൂടുവെള്ളത്തിലിട്ട് പ്ലേറ്റ് കൂടെ നമ്മുടെ മുമ്പ് വെക്കത്തുള്ളൂ. നമുക്ക് കോൺഫിഡൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വരുമ്പോൾ നമ്മളെന്ത് രണ്ടാമത് കഴുകും. അതിൻ്റെ അത് കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനും ബാക്ടീരിയ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കഴുകണം. അല്ലാതെ ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും ബാക്ടീരിയ ഉണ്ടാകരുത്. പ്രാർത്ഥനയിൽ ബാക്ടീരിയ, പക്ഷേ ഈ ആൾക്കാരുടെ ഒരു കുഴപ്പം വെച്ചാൽ പകുതി മുക്കാൽ ആൾക്കാരുടെയും പ്രാർത്ഥനയിൽ ബാക്ടീരിയ ഉണ്ട്. അത് ബൈബിൾ പറയണത് തുറന്ന ശവക്കുഴി എന്ന് പറയാൻ, പിന്നെ എൻ്റെ അപ്പുറത്ത് വല്ലതും പറയാനുണ്ട്. അപ്പോൾ വളരെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ വചനം? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾ നല്ല പൊന്നിൻ്റെ താലത്തിൽ വെച്ച് ദൈവത്തിന് കൊടുക്കാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഗ്യാരണ്ടിയായി. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നിവർത്തിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.